വോട്ടെണ്ണി തുടങ്ങി മിനിറ്റുകൾ ഓരോന്നായും കഴിയുമ്പോൾ കോൺഗ്രസിന്റെയും UDFന്റെയും തേരോട്ടം തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. അവിടെ കോർപ്പറേഷനുകളിൽ മികച്ച മുന്നേറ്റമാണ് UDF കാഴ്ചവെക്കുന്നത്. കോവിഡ് മഹാമാരി കാർന്നു തിന്ന 2020 കിറ്റ് കൊടുത്ത് മുഖ്യനും കൂട്ടരും അവരുടെ കുത്തകയാക്കി മാറ്റിയ സീറ്റുകളൊക്കെ ഇത്തവണ UDF പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിൽ കോൺഗ്രസിനെ CPM BJPയും തളച്ചിടാൻ നോക്കിയാലും ശരി, അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് തെളിഞ്ഞു കാണുന്നത്. കോഴിക്കോട്, കൊച്ചി, കൊല്ലം, തൃശൂർ ഈ കോർപ്പറേഷനുകളിലെല്ലാം തന്നെ UDFന്റെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. കൊല്ലം 45 വർഷത്തോളം CPMന്റെ കുത്തക സീറ്റായിരുന്നു. കോഴിക്കോടും അങ്ങനെ തന്നെ 40ഓളം വർഷമായി CPM നിന്നങ്ങനെ ഭരിക്കുകയാണ്. തീർച്ചയായിട്ടും ചരിത്ര നേട്ടമാണ് കോൺഗ്രസ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വെക്കുന്നത്. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ ഒരു തിരിച്ചുപിടിക്കലെന്നാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ 2020 UDFന്റെ കൈകളിൽ നിന്നും LDF പിടിച്ചെടുത്ത സീറ്റാണ് ഇപ്പോൾ UDF പിടിച്ചെടുക്കുന്നത്. ഇനി തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്ത ആത്മവിശ്വാസത്തിൽ നഗരം പിടിക്കാനിറങ്ങിയ BJPക്ക് കനത്ത നിരാശയാണ് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത്. ഇനി കോഴിക്കോട് LDFന്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് പിന്നിലാണ്. VM ബിനു കോഴിക്കോടിന്റെ മേയർ മുഖമായി മാറിയ സെലിബ്രിറ്റി നേതാവ് വോട്ടർ പ്രചാരണം കൊഴുപ്പിച്ച സമയത്താണ് വോട്ടർ പട്ടികയിൽ വോട്ടില്ല എന്ന് പറയുന്നത്. ഇതോടെ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. അവിടെ ഇത്ര കഴിവുകെട്ടവരാണോ കോൺഗ്രസ് എന്നൊക്കെ CPM കഥമനയാൻ തുടങ്ങിയതൊക്കെ കാട്ടി പരാതിയാണ്. 6ൽ 4 UDF തരംഗമായി മാറുന്നു.